രാഷ്ട്രീയത്തിൽ പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ലാത്ത നേതാവാണ് മാത്യു കുഴൽനാടൻ. മൂവാറ്റുപുഴയിൽ ഇടതുപക്ഷത്തെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു മാത്യു നിയമസഭയിലേക്ക് കടന്നു വന്നത്. MLA ആകുന്നതിന് മുൻപും സഭയ്ക്ക് പുറത്ത് രാഷ്ട്രീയപരമായും നിയമപരമായും പിണറായി സർക്കാരിനെതിരെ നിരന്തരം ഏറ്റുമുട്ടലുകൾക്ക് നേതൃത്വം നൽകിയതും മാത്യു തന്നെയായിരുന്നു. പല രാഷ്ട്രീയ വിവാദങ്ങളും ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ എപ്പോഴും അദ്ദേഹം ശ്രദ്ധ നൽകിയിരുന്നു. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ മാസപ്പടി വിവാദത്തിൽ നിരന്തരം നിയമ പോരാട്ടങ്ങളുടെ വഴിയെ സഞ്ചരിച്ച ഒരാൾ കൂടിയാണ് മാത്യു. എന്നാൽ ആ കേസുമായി ബന്ധപ്പെട്ട് തിരിച്ചടികൾ മാത്രമാണ് മാത്യുവിന് ഉണ്ടായിട്ടുള്ളത്. സാധാരണ ഹൈക്കോടതിയിൽ നിന്നാണ് തേയുന്നതെങ്കിൽ ഇത്തവണ സുപ്രീം കോടതിയിൽ നിന്നാണ് വിമർശനം ഉണ്ടായിട്ടുള്ളത്. CMRL എക്സാലോജിക് ഇടപാട് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടണമെന്നാവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ MLA നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളിയിരുന്നു. ചീഫ് ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി തള്ളിയത്. രാഷ്ട്രീയ പോരാട്ടത്തിന് കോടതി വേദിയാക്കരുതെന്നും രാഷ്ട്രീയ പോരാട്ടങ്ങൾ നടത്തേണ്ടത് തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്ക് മുന്നിലാണെന്നും ചീഫ് ജസ്റ്റിസ് BR ഗവായ് പറഞ്ഞത് മാത്യുവിനുള്ള ശക്തമായ താക്കീതാണ്. എക്സാലോജിക് കമ്പനിക്കും വീണ തൈക്കണ്ടിക്കുമായി CMRL കമ്പനി നൽകിയ 1.72 കോടി രൂപ മുഖ്യമന്ത്രിക്ക് നൽകിയ കൈക്കൂലിയാണെന്ന മാത്യു കുഴൽനാടന്റെ ഹർജിയിലെ പരാമർശത്തെയും സുപ്രീം കോടതി വിമർശിച്ചു. എങ്ങനെയാണ് അത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നതെന്ന് മാത്യു കുഴൽനാടന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായ സീനിയർ അഭിഭാഷകൻ ഗുരുകൃഷ്ണകുമാറിനോട് സുപ്രീം കോടതി ചോദിക്കുക പോലും ചെയ്തിട്ടുണ്ട്. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ മാത്യു കുഴൽനാടൻ ഉന്നയിച്ച വാദത്തെ പ്രശംസയിലൂടെയാണ് ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ വിമർശിച്ചത്. 2018 പ്രളയം മനുഷ്യനിർമ്മിതമാണെന്നും തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനം അതിന് കാരണമായെന്നുമായിരുന്നു മാത്യു കുഴൽനാടൻ ഹർജിയിൽ ആരോപിച്ചിരുന്നത്. എന്നാൽ പ്രളയത്തെക്കുറിച്ച് മാത്യു കൃത്യമായ അറിവുള്ള വ്യക്തിയാണെന്ന് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ ചൂണ്ടിക്കാട്ടി. പ്രളയ സമയത്ത് മികച്ച പ്രകടനമാണ് MLA കാഴ്ചവെച്ചത്. തന്റെ അമ്മായിയെ പ്രളയ സമയത്ത് സഹായിച്ച വ്യക്തി കൂടിയാണ് ഹർജിക്കാരനായ മാത്യു എന്നും ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ വ്യക്തമാക്കി. സംശയം മാത്രമാണ് മാത്യുവിന്റെ പരാതിയിലുള്ളതെന്നും ആരോപണം തെളിയിക്കുന്ന തെളിവുകൾ ഹാജരാക്കാൻ പരാതിക്കാരന് ആയില്ലെന്നും വ്യക്തമാക്കിയാണ് ഹൈക്കോടതി ഹർജി തള്ളിയിരുന്നത്. മുൻപും സമാനമായ മറ്റു ചില ഹർജികളും ഇടപെടലുകളും ഇതേ നിലയിൽ തന്നെ തേഞ്ഞ ചരിത്രം മാത്യുവിന്റെ പക്കലുണ്ട്. മാസപ്പടി കേസിൽ ഉൾപ്പെടെ മാത്യു ഉയർത്തിയ പല ആരോപണങ്ങളും കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുത്തതായി നാം കണ്ടിട്ടില്ല. അതായത് മാത്യുവിന്റെ ഒറ്റയാൾ പോരാട്ടങ്ങളിൽ കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ പലപ്പോഴും വിരുദ്ധാഭിപ്രായങ്ങൾ ഉള്ളതായി എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു ഇടതുമുന്നണിയുടെ കൈവശമുണ്ടായിരുന്ന മൂവാറ്റുപുഴ മണ്ഡലത്തിൽ മാത്യു അട്ടിമറി വിജയം നേടുന്നത്. വിജയത്തിന് പിന്നാലെ സഭയിലും പുറത്തും സ്വന്തം നിലയിൽ സർക്കാരിനും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കുമെതിരായ പോരാട്ടങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി മാത്യു സ്വയം മാറുകയായിരുന്നു. ഈ പരിണാമം കോൺഗ്രസിനുള്ളിൽ തന്നെ പലർക്കും അത്ര യോജിപ്പുള്ളതായിരുന്നില്ല. ഏതായാലും വരുന്ന തെരഞ്ഞെടുപ്പിലടക്കം മൂവാറ്റുപുഴയിൽ മാത്യു വീഴുമെന്നുള്ള തരത്തിലുള്ള വിലയിരുത്തലുകൾ കൂടി വരുമ്പോഴാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതിയിൽ നിന്നുള്ള തിരിച്ചടി കൂടി ചർച്ചയാവുന്നത്.